ഇടുക്കി പീരുമേട്ടിൽ ദേശീയപാതയോരത്ത് വൈദ്യുതി വകുപ്പിന്റെ കോടികൾ വിലമതിക്കുന്ന 10 ഏക്കറോളം ഭൂമി കയ്യേറ്റ ഭീഷണിയിൽ. അഴുത ടണൽ നിർമ്മാണത്തിനായി പൊന്നും വില നൽകി ബോർഡ് വാങ്ങിയ സ്ഥലമാണ് സംരക്ഷണമില്ലാതെ നശിക്കുന്നത്. അഴുത ഡൈവേർഷൻ പദ്ധതിക്കായി പീരുമേട്ടിൽ 10 ഏക്കറോളം ഭൂമിയാണ് വൈദ്യുതി വകുപ്പ് വാങ്ങിയത്. പദ്ധതി പൂർത്തിയായതിനു ശേഷം മിച്ചം വന്ന ഭൂമിക്ക് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ട്. എന്നാൽ അതിരുകൾ തിരിച്ച് സംരക്ഷണ വേലി നിർമ്മിക്കുന്നതിനോ കാട് വെട്ടിത്തെളിക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല. ഇതിൽ കാപ്പി കൃഷിയുള്ള ഭാഗം പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. എന്നാൽ ദേശീയപാതയോരത്തെ കെട്ടിടവും ഇതിനോട് ചേർന്ന 5 ഏക്കർ ഭൂമിയും സംരക്ഷിക്കപ്പെടുന്നില്ല. പീരുമേട്ടിൽ വൻതോതിൽ സർക്കാർ സ്ഥലം കയ്യേറ്റം വഴി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്കാനത്ത് KAP 5ാം ബറ്റാലിയന്റെ 300 ഏക്കർ സ്ഥലം കയ്യേറ്റം വഴി നഷ്ടമായി. ആഭ്യന്തര വകുപ്പ് സ്ഥലം തിരിച്ചുപിടിക്കാൻ വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞിട്ടില്ല. ഇത്തരം സാഹചര്യം നിലനിൽക്കെ ഭൂമി സംരക്ഷിക്കാൻ ചെറുവിരലനക്കാത്ത വൈദ്യുതി ബോർഡിന്റെ നിലപാടിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് പീരുമേട്ടിലൊരു വാടക കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം അത് കുട്ടിക്കാനത്തായിരുന്നു. കുട്ടിക്കാനത്ത് നിന്ന് മാറ്റി അത് പീരുമേട്ടിലാക്കിയിരിക്കുന്നു. ഈ സ്ഥലം KSEBയുടെ കൈവശമുള്ള ഈ സ്ഥലത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് അതുപോലെയുള്ള പോത്തുപ്പാറയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഓഫീസുകൾ മുഴുവൻ ഈ സ്ഥലത്ത് നിർമ്മിച്ചാൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. പീരുമേട്ടിൽ ദേശീയപാതയോരത്ത് വൈദ്യുതി ബോർഡിന്റെ സ്ഥലത്ത് 3 നിലകളിൽ വൈദ്യുതി ഭവൻ നിർമ്മിക്കാനുള്ള പദ്ധതിയും നടപ്പായില്ല. ബോർഡിലെ തന്നെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പദ്ധതി അട്ടിമറിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. വൈദ്യുതി ഭവൻ നിർമ്മിച്ചില്ല എന്ന് മാത്രമല്ല, കൈവശമുള്ള സ്ഥലം നഷ്ടപ്പെടുകയും ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.